നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. താപനിലയിൽ 4.5 ഡിഗ്രിയിലധികം വ്യതിയാനം. കൊല്ലം ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ്. 2 ദിവസം കൂടി നിലവിലെ സാഹചര്യം തുടരാനാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കരുതെന്ന് മുന്നറിയിപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും മുന്നറിയിപ്പ്. വൈദ്യുതാഘാതമേറ്റ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. കിഴക്കേക്കല്ലട കൊടുവിള സ്വദേശിയായ 12-കാരൻ ആദിദേവാണ് മരിച്ചത്. വൈബ്രേറ്റർ മെഷീനിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റാണ് മരണകാരണമെന്ന് നിഗമനം. സംസ്ഥാനത്തെ സ്കൂളുകളിലേക്കുള്ള പ്രവേശനം മെയ് 2-ന് ആരംഭിക്കും. ജൂൺ 1-ന് പ്രവേശനോത്സവം. സ്കൂളിൽ ചേരാനുള്ള പ്രായപരിധി സംസ്ഥാനത്ത് 5 വയസ്സായി ഈ വർഷം കൂടി തുടരും. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലം ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ്. അന്തരീക്ഷ താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയരുകയും സാധാരണ താപനിലയേക്കാൾ 4.5 ഡിഗ്രിയിലധികം താപനിലയിൽ വ്യതിയാനം രേഖപ്പെടുത്തുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത്. 2 ദിവസം കൂടി നിലവിലെ സാഹചര്യം തുടരാനാണ് സാധ്യത. കേരളത്തിൽ അന്തരീക്ഷ താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയരുകയും സാധാരണ താപനിലയേക്കാൾ 4.5 ഡിഗ്രിയിലധികം താപനില വ്യതിയാനം രേഖപ്പെടുത്തുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നിലവിൽ പാലക്കാട്, കൊല്ലം ജില്ലകളിലെ കാലാവസ്ഥാ വകുപ്പിന്റെ താപനില മാപിനികളിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ജില്ലകളിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. എന്നാൽ പൊതുവെ സംസ്ഥാനമാകെ ചൂട് വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മുഴുവൻ ജില്ലകളിലും കർശനമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ് എന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിക്കുന്നു. തീരദേശ സംസ്ഥാനമായതിനാൽ തന്നെ അന്തരീക്ഷത്തിലെ ഈർപ്പം കൂടുതലായിരിക്കുകയും അതുമൂലം നമുക്ക് അനുഭവവേദ്യമാകുന്ന ചൂട് അഥവാ താപസൂചിക റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന താപനിലയേക്കാൾ വളരെ ഉയർന്നതായിരിക്കും. മേൽ സൂചിപ്പിച്ച സാഹചര്യം 2 ദിവസം തുടരുന്ന ഘട്ടത്തിലാണ് ഔദ്യോഗികമായി കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. കുളത്തൂപ്പുഴ KSRTC ഡിപ്പോയ്ക്കുള്ളിലെ വാട്ടർ ടാങ്കിനുള്ളിൽ അഴുകിയ നിലയിൽ കുരങ്ങിന്റെ ജഡം കണ്ടെത്തി. ഒരാഴ്ചയിലേറെ പഴക്കം ചെന്ന ജഡമാണ് കണ്ടെത്തിയത്. കുളത്തൂപ്പുഴ KSRTC ഡിപ്പോയ്ക്കുള്ളിലെ വാട്ടർ ടാങ്കിനുള്ളിലാണ് അഴുകിയ നിലയിൽ കുരങ്ങന്റെ ജഡം കണ്ടെത്തിയത്. ഒരാഴ്ചയിലേറെ പഴക്കം ചെന്ന ജഡമാണ് കണ്ടെത്തിയത്. ഈ വെള്ളമാണ് ഒരാഴ്ചയായി ജീവനക്കാരും യാത്രക്കാരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വെള്ളത്തിൽ നിന്ന് രൂക്ഷഗന്ധമുണ്ടായപ്പോഴാണ് യാത്രക്കാരിൽ ഒരാൾ KSRTC ജീവനക്കാരോട് ഇക്കാര്യം പറഞ്ഞത്. തുടർന്ന് ടാങ്കിൽ പരിശോധന നടത്തുകയായിരുന്നു. അപ്പോഴാണ് കുരങ്ങന്റെ ജഡം കണ്ടെത്തിയത്. വേനൽ കടുത്തതോടെ കുരങ്ങുകൾ വെള്ളത്തിനു വേണ്ടി അലയുകയാണ്. ഇങ്ങനെ ടാങ്കിനുള്ളിൽ കയറി അബദ്ധത്തിൽ വീഴുകയായിരുന്നുവെന്നാണ് നിഗമനം. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. പത്തനാപുരം കറവൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ വയോധികന് അടിയന്തര സഹായം അനുവദിക്കണമെന്ന് CPIM. മരുതിമൂട്ടിൽ വീട്ടിൽ S. രാജുവിനാണ് ആനയുടെ ആക്രമണത്തിൽ കാലിന് പരിക്കേറ്റത്. ഇദ്ദേഹത്തിന് ചികിത്സാ സൗകര്യവും അടിയന്തര നഷ്ടപരിഹാരവും വന്യമൃഗങ്ങളിൽ നിന്ന് പ്രദേശവാസികൾക്ക് സംരക്ഷണവും നൽകണമെന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കറവൂർ L. വർഗീസ് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും വനമന്ത്രിക്കും നിവേദനം നൽകി. ജീവിതം വരെ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യമാണ്. ശനിയാഴ്ച രാത്രിയിൽ 10 മണിയോടുകൂടി ഒരു ആന വന്ന് ആ ആന ഞങ്ങൾ വിരട്ടി ഓടിക്കുമ്പോഴാണ് ആന തിരിച്ചെന്നെ ഓടുകയും ഞാൻ രക്ഷപ്പെടാൻ ഓടുന്ന വഴിയിൽ വീണ് കാലിന് പ്രധാനമായൊരു പരിക്ക് മുട്ടി. ആശുപത്രിയിലെ ചികിത്സയിൽ ഇപ്പോൾ പ്ലാസ്റ്റൊക്കെ ഇട്ട് വീട്ടിലേക്ക് ഇരിക്കണം. ജീവിതം വരെ വഴിമുട്ടിയിരിക്കുകയാണ്. ഞങ്ങളുടെ 4 പേരുടെ ജീവന് പോലും ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഞങ്ങളുടെ ജീവിതം. ജീവിക്കാൻ മറ്റു മാർഗങ്ങളിൽ തൊഴിലുറപ്പൊക്കെ ചെയ്താണ് എൻ്റെ ജീവിതം. ഇത് അതിന് പോലും പോകാനൊക്കാത്ത സാഹചര്യമാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ വളരെ വെമ്പലുള്ള നിലയാണ്. ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത് ഞങ്ങളെ സഹായിക്കണം എന്നും മാത്രമല്ല ഈ വന്യജീവിയുടെ ശല്യത്തിൽ നിന്ന് ഞങ്ങൾ കുറെ വിമുക്തരാക്കാനും നിങ്ങൾ ശ്രമിക്കണം. കറവൂർ അമ്പനാർ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ മരുതിമൂട്ടിൽ വീട്ടിൽ S. രാജുവിനാണ് കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ കാലിന് പരിക്കേറ്റത്. പുനലൂർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം ഇദ്ദേഹം വീട്ടിൽ കിടപ്പിലാണ്.
ഇദ്ദേഹത്തിന് ചികിത്സാ സൗകര്യവും അടിയന്തര നഷ്ടപരിഹാരവും നൽകണമെന്നാണ് ആവശ്യമുയരുന്നത്. ഇദ്ദേഹത്തിന് വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് CPM കറവൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കറവൂർ എൽ വർഗീസ് മുഖ്യമന്ത്രി, വനമന്ത്രി എന്നിവർക്ക് നിവേദനം നൽകി. നമ്മുടെ കിഴക്കൻ മേഖല വന്യമൃഗശല്യത്തിന്റെ കേന്ദ്രമായിട്ട് മാറുകയാണ്. നിരവധിയായ അപകടങ്ങൾ ഈ മേഖലയിൽ വന്യമൃഗശല്യത്തിന്റെ അടിസ്ഥാനത്തിലുണ്ടായിരുന്നു. ആന എന്ന് പറയുന്ന വലിയ ഉപദ്രവകാരിയാണ്. ആന മാത്രമല്ല, പുലിയും കടുവയും അതുപോലെ തന്നെ മ്ലാവും കേഴയും എല്ലാം സാധാരണക്കാരുടെ ജീവിതം ദുസ്സമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ 68 വയസ്സുള്ള രാജു എന്ന് പറയുന്ന ഈ മനുഷ്യൻ 3 ദിവസത്തിന് മുമ്പ് ആന വീട്ടിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ആ വീട്ടിനടുത്ത് നിന്ന് ആനയെ ഓടിക്കുന്ന പരിശ്രമത്തിനിടയിലാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ഫോറസ്റ്റ്, ഇത് പട്ടയുള്ള ഭൂമിയാണ്, പട്ടയഭൂമിയിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ ആന താമസിക്കുന്നത് വനഭൂമിയിലാണ്. വനഭൂമിയിലുള്ള ആന പട്ടയഭൂമിയിൽ ഇറങ്ങി സാധാരണക്കാരെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വരികയാണ്. അടിയന്തരമായി ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അക്കാര്യത്തിൽ വീടിന് സംരക്ഷണം കൊടുക്കാനും ഇദ്ദേഹത്തിന് അത് സംബന്ധിച്ചുള്ള അടിയന്തര നഷ്ടപരിഹാരം കൊടുക്കുന്നതിനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അതിൽ തയ്യാറാകണമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പെരുന്തോയിൽ വാർഡിൽ 22 സെന്റ് കരം തീരുവയുള്ള ഭൂമിയിലെ ചെറിയ വീട്ടിലാണ് വയോധികനും മകൻ ശോഭാരാജും മരുമകൾ ലീലാമ്മയും കൊച്ചുമകൻ ഇസഹാക്കും താമസിക്കുന്നത്. വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പതിവ് ഭൂമിയിലാണ് ഇവർ താമസിക്കുന്നതെങ്കിലും ഏതു സമയവും കാട്ടാന ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ ആക്രമണ ഭീഷണിയിലാണിവർ. സമീപത്ത് മറ്റു വീടുകളില്ല. കഴിഞ്ഞ ദിവസം വീട്ടുമുറ്റത്തെത്തിയ കാട്ടാനയെ ബഹളം വെച്ച് ഓടിക്കുന്നതിനിടയിലാണ് ആന തിരിഞ്ഞ് ചിഹ്നം വിളിച്ച് തുമ്പിക്കൈ കൊണ്ട് ഇദ്ദേഹത്തെ തട്ടിയിട്ടത്. കറവൂർ കിഴക്കൻ മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമാണ്. കുടുംബത്തിന് അടിയന്തര നഷ്ടപരിഹാരവും വന്യമൃഗശല്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും ഉറപ്പുവരുത്തണമെന്ന് കറവൂർ എൽ വർഗീസ് നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിലേൽക്കുന്നത് സൂര്യാതപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും മുന്നറിയിപ്പിലുണ്ട്. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. അതിനാൽ ഈ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശമേൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശം. പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ, കടലിലും ഉൾനാടൻ മത്സ്യബന്ധനത്തിലും ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ, ജലഗതാഗതത്തിൽ ഏർപ്പെടുന്നവർ, ബൈക്ക് യാത്രക്കാർ, വിനോദസഞ്ചാരികൾ, ചർമ്മരോഗമുള്ളവർ, ആൽബനിസം അവസ്ഥയുള്ളവർ, നേത്രരോഗമുള്ളവർ, ക്യാൻസർ രോഗികൾ, മറ്റ് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ വിഭാഗങ്ങൾ തുടങ്ങിയവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം. പകൽ സമയത്ത് പുറത്തേക്കിറങ്ങുമ്പോൾ തൊപ്പി, കുട, സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ശരീരം മുഴുവൻ മറയുന്ന കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ഉചിതം. യാത്രകളിലും മറ്റ് ഇടവേളകളിൽ തണലിൽ വിശ്രമിക്കാൻ ശ്രമിക്കുക. മലപ്രദേശങ്ങൾ, ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ പൊതുവെ അൾട്രാവയലറ്റ് സൂചിക ഉയർന്നതായിരിക്കും. മേഘങ്ങളില്ലാത്ത തെളിഞ്ഞ ആകാശമാണെങ്കിലും ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക ഉണ്ടാകും. ഇതിനു പുറമെ ജലാശയം, മണൽ തുടങ്ങിയ പ്രതലങ്ങളിൽ അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിഫലിപ്പിക്കുന്നതിനാൽ ഇത്തരം മേഖലകളിലും അൾട്രാവയലറ്റ് സൂചിക ഉയർന്നതായിരിക്കും. ന്യൂസ് ഡെസ്ക്. യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ BJP നേതാവിനെതിരെ കേസെടുത്തു. BJP ശാസ്താംകോട്ട മണ്ഡലം കമ്മിറ്റി അംഗമായ പത്മകുമാറിനെതിരെയാണ് കേസെടുത്തത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 18ാം വാർഡിൽ BJP സ്ഥാനാർത്ഥിയായിരുന്നു പത്മകുമാർ. യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലാണ് BJP നേതാവിനെതിരെ ശാസ്താംകോട്ട പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 18ാം വാർഡിലെ സ്ഥാനാർത്ഥിയുമായ പത്മകുമാറിനെതിരെയാണ് കേസെടുത്തത്. മൈനാഗപ്പള്ളി പഞ്ചായത്ത് സമിതി മുൻ വൈസ് പ്രസിഡന്റുമായിരുന്നു പത്മകുമാർ. യുവതി പരാതി നൽകിയതോടെ ഇയാൾ ഒളിവിലാണ്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. സംസ്ഥാന സിലബസ് ഉള്ള സ്കൂളുകളിലെ എല്ലാ ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം മെയ് 2-ന് ആരംഭിക്കും. ജൂൺ 1-ന് പ്രവേശനോത്സവത്തോടെ ക്ലാസ് തുടങ്ങും. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം 1-ാം ക്ലാസ് പ്രവേശനത്തിന് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച കുറഞ്ഞ പ്രായപരിധി 6 വയസ്സാണ്. സംസ്ഥാനത്ത് പ്രായപരിധി 5 വയസ്സായി ഈ വർഷം കൂടി തുടരും. സംസ്ഥാന സിലബസ് ഉള്ള സ്കൂളുകളിൽ ഈ അധ്യയന വർഷം എല്ലാ ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം മെയ് 2-ന് ആരംഭിക്കും. ജൂൺ 1-ന് പ്രവേശനോത്സവത്തോടെ ക്ലാസുകൾ ആരംഭിക്കും. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം 1-ാം ക്ലാസ് പ്രവേശനത്തിന് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച കുറഞ്ഞ പ്രായപരിധി 6 വയസ്സാണ്. എന്നാൽ സംസ്ഥാനത്ത് കേരള വിദ്യാഭ്യാസ ചട്ടപ്രകാരം പ്രായപരിധി 5 വയസ്സായി ഈ അധ്യയന വർഷത്തേക്ക് കൂടി തുടരുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കി.
ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും പൊതുവിദ്യാലയങ്ങളിൽ പ്രവേശനം ഉറപ്പാക്കണം. രേഖകൾ ഹാജരാക്കാൻ കഴിയാത്തവർക്ക് താൽക്കാലിക പ്രവേശനം നൽകാം. പ്രവേശനത്തിനായി പരീക്ഷ നടത്തരുത്. 1 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്ക് പുസ്തകം, യൂണിഫോം എന്നിവ പൂർണ്ണമായും സൗജന്യമാണ്. പഠന പിന്തുണ പരിപാടിയിൽ ഉൾപ്പെട്ട കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രൊമോഷൻ ലിസ്റ്റ് മെയ് 2-ന് പ്രസിദ്ധീകരിക്കണമെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്. പുനലൂർ നഗരസഭാ ശ്മശാനം പ്രവർത്തന സജ്ജം. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി പുനലൂർ നഗരസഭ പൊതുശ്മശാനം പ്രവർത്തിച്ചു തുടങ്ങി. പ്രവർത്തന സജ്ജമല്ലാതായിരുന്ന പുനലൂരിലെ മുനിസിപ്പാലിറ്റിയുടെ ശ്മശാനം, നമ്മുടെ ഈ ഗ്യാസ് ക്രിമിറ്റോറിയം ഇന്നു മുതൽ പ്രവർത്തന സജ്ജമാണ്. സാങ്കേതിക തകരാറുകളെ തുടർന്ന് പ്രവർത്തനം നിലച്ചിരുന്ന പുനലൂർ നഗരസഭാ ശ്മശാനം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി വ്യാഴാഴ്ച മുതൽ വീണ്ടും തുറന്നു പ്രവർത്തിച്ചതായി പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ എം.എ. രാജഗോപാൽ അറിയിച്ചു. ക്രിമിറ്റോറിയം ഇപ്പോൾ നമ്മൾ തുറക്കുകയാണ്. കുറേയധികം കാര്യങ്ങൾ ക്രിമിറ്റോറിയം പ്രവർത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇനിയും ചെയ്യാൻ നഗരസഭ തയ്യാറെടുക്കുക. ഇവിടെ വരുന്ന ആളുകൾക്ക് പാർക്കിങ്ങിനുള്ള സൗകര്യം ഇല്ലായിരുന്നു. അത് ഇപ്പോൾ തൊട്ട് താഴെ അതിനൊരു ഗ്രൗണ്ട് തന്നെ ഇപ്പോൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഇവിടെ ആളുകൾക്ക് ഇരിക്കാനും അതുപോലെ തന്നെ പല കോണുകളിൽ നിന്ന് അഭിപ്രായം കടന്നു വന്നതുപോലെ ഒരു കിണറിൻ്റെ സൗകര്യം, അതെല്ലാം നഗരസഭ പരിശോധിക്കും. ഞങ്ങൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി പാലിക്കാനുള്ള വളരെ തീവ്രമായ പരിശ്രമമാണ് നഗരസഭ നടത്തുന്നത്. യന്ത്രങ്ങളുടെ തകരാർ പരിഹരിക്കുന്നതിനായി നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ നിന്നും 15 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരുന്നത്. എറണാകുളം ആസ്ഥാനമായുള്ള ഹൈടെക് ക്രിമിറ്റോറിയം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തിയത്. 2 ആഴ്ച മുൻപ് തന്നെ പണികൾ പൂർത്തിയാക്കി ട്രയൽ റൺ നടത്തി പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തിയിരുന്നു. മൃതദേഹം സംസ്കരിക്കുന്നതിനായി APL വിഭാഗത്തിന് 3000 രൂപയും BPL വിഭാഗത്തിന് 1500 രൂപയുമാണ് ഫീസായി നിശ്ചയിച്ചിരിക്കുന്നത്. ശ്മശാനം പ്രവർത്തിക്കാതിരുന്ന സാഹചര്യത്തിൽ നഗരസഭാ പരിധിയിലുള്ളവർ കിലോമീറ്ററുകൾ അകലെയുള്ള കൊല്ലം കോർപ്പറേഷൻ ശ്മശാനത്തെയോ സമീപ പഞ്ചായത്തുകളെയാണ് പ്രധാനമായും ആശ്രയിച്ചിരുന്നത്. മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിനും മറ്റും ജനങ്ങൾ നേരിട്ടിരുന്ന കടുത്ത ബുദ്ധിമുട്ട് പരിഗണിച്ച് നഗരസഭയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം അതിവേഗത്തിലാണ് കരാർ കമ്പനി പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. ശ്മശാനത്തിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതോടൊപ്പം പാർക്കിംഗ് ഏരിയ, ഇരിപ്പിടങ്ങൾ, പുതിയ കിണർ എന്നിവയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് ചെയർപേഴ്സൺ M.A. രാജഗോപാൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൊല്ലം ജില്ലാ പോലീസ് സൊസൈറ്റിയുടെ സ്കൂൾ മാർക്കറ്റിന് തുടക്കമായി. AR ക്യാമ്പിലാണ് സ്കൂൾ മാർക്കറ്റ് തുടങ്ങിയത്. കൊല്ലം, കൊട്ടാരക്കര, അഞ്ചൽ എന്നിവിടങ്ങളിലാണ് പോലീസ് സൊസൈറ്റി സ്കൂൾ മാർക്കറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കൊല്ലം ജില്ലാ പോലീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് സ്കൂൾ മാർക്കറ്റ് ആരംഭിച്ചത്. AR ക്യാമ്പിൽ സംഘടിപ്പിച്ച സ്കൂൾ മേള സിറ്റി പോലീസ് കമ്മീഷണർ M. ഹേമലത ഉദ്ഘാടനം ചെയ്തു. ആൾക്കാരെല്ലാം ഇത്രയും തിരക്കിലും ഇലക്ഷൻ്റെ തിരക്കുണ്ടായിരുന്നു. അതുമാത്രമല്ല റെഗുലർ റുട്ടീൻ തിരക്കുകളിലിടയ്ക്ക് ഇത്രയും ഇഫേർട്ട് എടുത്ത് ഈ ഒരു സ്കൂൾ മാർക്കറ്റ് ഇത്രയും കോസ്റ്റ് എഫക്റ്റീവായിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും എല്ലാവർക്കും സാധനം എത്തിപ്പെടാനുള്ള രീതിയിൽ ഈ ഒരു മാർക്കറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഐ അപ്രീഷിയേറ്റ് ഓൾ ദ സൊസൈറ്റി മെമ്പേഴ്സ് ഫോർ ടേക്കിംഗ് ബിസിനസ് ഇഫേർട്ട് ആൻഡ് ഇത്രയും ഷോർട്ട് പീരീഡിൽ ഇലക്ഷന് ഇടയ്ക്കും ഇത്രയും തിരക്കിനിടയ്ക്കും ദേ മേഡ് ഇറ്റ് പോസിബിൾ. ഐ അപ്രീഷിയേറ്റ് യു ഓൾ ആൻഡ് ഓൾ ദ ബെസ്റ്റ്. കൊല്ലം ജില്ലാ പോലീസ് സൊസൈറ്റി നിർമ്മിച്ചു പുറത്തിറക്കിയ പ്രീമിയം ക്വാളിറ്റിയുള്ള ബുക്കിന്റെ പ്രകാശന കർമ്മം സിറ്റി പോലീസ് കമ്മീഷണർ നിർവഹിച്ചു. നോട്ട്ബുക്കുകൾ, ബാഗുകൾ, ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ, പേനകൾ, പലതരത്തിലുള്ള കുടകൾ തുടങ്ങി സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്കായുള്ള എല്ലാത്തരം പഠനോപകരണങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭിക്കും. ഇത്തവണ ക്യാരം ബോർഡ്, ക്രിക്കറ്റ് ബാറ്റ് തുടങ്ങി സ്പോർട്സ് ഐറ്റങ്ങളും, സ്ത്രീകൾക്ക് അടുക്കളയിലേക്ക് ആവശ്യമായ ചപ്പാത്തി പലക, സോപ്പ് ഡിസ്പെൻസർ തുടങ്ങി ഒട്ടേറെ ഇനങ്ങളും വിപണനമേളയിലുണ്ട്. മാർക്കറ്റിൽ 60 രൂപയിൽ ഏറെ വിലയുള്ള പ്രീമിയം ക്വാളിറ്റിയുള്ള നോട്ട്ബുക്ക് കൊല്ലം പോലീസ് സൊസൈറ്റി നിർമ്മിച്ച് വിലക്കുറവിൽ 41 രൂപയ്ക്കാണ് നൽകുന്നത്.
കൊല്ലം, കൊട്ടാരക്കര, അഞ്ചൽ എന്നിവിടങ്ങളിലാണ് പോലീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂൾ വിപണനമേള സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ സ്കൂൾ, കോളേജ് പഠന സാമഗ്രികളും ഒരു കൂരയ്ക്കുള്ളിൽ ലഭിക്കുന്ന നിലയിലാണ് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇത്തവണ സ്പോർട്സിന്റെ ഗുഡ്സ് അടക്കം, ക്യാരം ബോർഡ്, ഗെയിംസിന്റെ ക്യാരം ബോർഡ്, ക്രിക്കറ്റ് ബാറ്റുകൾ, അങ്ങനെയുള്ള സ്പോർട്സിന്റെ ഗുഡ്സ് അടക്കമുള്ള സംവിധാനങ്ങൾ ഈ ഷോപ്പിന്റെ ഭാഗമായി കൊല്ലത്ത് നടക്കുന്ന പോലീസ് സൊസൈറ്റിയുടെ സ്കൂൾ മാർക്കറ്റിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. വിലക്കുറവാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ബ്രാൻഡുകൾ, കുടയുടെ, പിന്നെ പെൻസിൽ, സ്കൂൾ സ്റ്റേഷനറികൾ, പേനകൾ, പെൻസിലുകൾ, കളർ സ്കെച്ചുകൾ, അങ്ങനെയുള്ള എല്ലാ ബ്രാൻഡുകളും, ഒരു ബ്രാൻഡിന്റെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാ ബ്രാൻഡിന്റെയും പുസ്തകങ്ങളും മറ്റ് പഠന സാമഗ്രികളും നമ്മുടെ സ്കൂൾ മാർക്കറ്റിൽ ഏറ്റവും വിലക്കുറവിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഈ കച്ചവട കാലത്ത് ഫ്രീയുടെ പേര് പറഞ്ഞുള്ള ഗിമ്മിക്കുകളൊന്നും നമ്മുടെ ഷോപ്പിലില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ഫ്രീ ആയി എവിടുന്നെങ്കിലും ലഭിക്കുന്ന സാധനങ്ങളെക്കാൾ വിലക്കുറവിൽ നിങ്ങൾക്ക് നമ്മുടെ കൊല്ലം പോലീസ് സൊസൈറ്റിയുടെ സ്കൂൾ മാർക്കറ്റിൽ നിന്ന് ലഭിക്കും. കൊല്ലത്തും കൊട്ടാരക്കരയിലും അഞ്ചലിലും നമ്മൾ സ്കൂൾ മാർക്കറ്റുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ കൊട്ടാരക്കരയിലെയും അഞ്ചലിലെയും സ്കൂൾ മാർക്കറ്റ് ആരംഭിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വൈദ്യുതാഘാതമേറ്റ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. കിഴക്കേക്കല്ലട കൊടുവിള സ്വദേശിയായ 12-കാരനാണ് മരിച്ചത്. ഷെഡിൽ സൂക്ഷിച്ചിരുന്ന വൈബ്രേറ്റർ മെഷീനിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റതെന്നാണ് നിഗമനം. കിഴക്കേക്കല്ലട കൊടുവിള കൊച്ചുപ്ലാമൂട് ആദിഭവനിൽ രതീഷിന്റെയും അമൃതയുടെയും മകൻ ആദിദേവാണ് മരിച്ചത്. 12 വയസ്സായിരുന്നു. വ്യാഴാഴ്ച രാവിലെയായിരുന്നു അപകടം. അപകട സമയത്ത് ആദിദേവും സഹോദരി ആർദ്രയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. വീടിനുള്ളിൽ സഹോദരനെ കാണാത്തതിനെ തുടർന്ന് അന്വേഷിച്ചെത്തിയ ആർദ്രയാണ് വീടിന് സമീപത്തെ ഷെഡിൽ ആദിദേവിനെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. ആർദ്രയുടെ കരച്ചിൽ കേട്ടെത്തിയ സമീപവാസികൾ ആദിദേവിനെ കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കോൺക്രീറ്റ് കരാറുകാരനാണ് രതീഷ്. വീടിനോട് ചേർന്ന ഷെഡിൽ സൂക്ഷിച്ചിരുന്ന തകരാറിലായ വൈബ്രേറ്റർ മെഷീനാണ് അപകട കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. തയ്യൽ മെഷീൻ മേശയ്ക്ക് മുകളിൽ വൈദ്യുതി പ്ലഗിൽ കുത്തി സ്വിച്ച് ഓൺ ചെയ്ത നിലയിലായിരുന്നു വൈബ്രേറ്റർ. കിഴക്കേക്കല്ലട പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുണ്ടറ MGD ഹൈസ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആദിദേവ്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രധാന വാർത്തകൾ വീണ്ടും. താപനിലയിൽ 4.5 ഡിഗ്രിയിലധികം വ്യതിയാനം. കൊല്ലം ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ്. 2 ദിവസം കൂടി നിലവിലെ സാഹചര്യം തുടരാനാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കരുതെന്ന് മുന്നറിയിപ്പ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും മുന്നറിയിപ്പ്. വൈദ്യുതാഘാതമേറ്റ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. കിഴക്കേക്കല്ലട കൊടുവിള സ്വദേശിയായ 12-കാരൻ ആദിദേവാണ് മരിച്ചത്. വൈബ്രേറ്റർ മെഷീനിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റാണ് മരണകാരണമെന്ന് നിഗമനം. സംസ്ഥാനത്തെ സ്കൂളുകളിലേക്കുള്ള പ്രവേശനം മെയ് 2-ന് ആരംഭിക്കും. ജൂൺ 1-ന് പ്രവേശനോത്സവം. സ്കൂളിൽ ചേരാനുള്ള പ്രായപരിധി സംസ്ഥാനത്ത് 5 വയസ്സായി ഈ വർഷം കൂടി തുടരും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.